ലോകേഷ് നായകനാകുന്ന DC എന്ന ചിത്രത്തിലെ അനിരുദ്ധിന്റെ പുതിയ പാട്ട് ജയ ജയ ശങ്കര റിലീസായിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം വാ. ജയ ജയ ശങ്കര. ഫുൾ ഡിവോഷണൽ മോഡാണ്, വയലൻസ് പടമാണ്. എന്ത് റിപ്പീറ്റ് വാല്യൂടാ. ട്രാൻസ് ട്രാൻസ് പടത്തിലെ മിക്കവാറും മൊത്തം അനിരുദ്ധ് കത്തിക്കും കേട്ടാ. ഓ തിയറി ട്രാക്ക് എങ്ങനെടാ അനിരുദ്ധിന് മാത്രം. ശങ്കര ജയ ജയ ശങ്കര. ഉള്ളതറിയല്ലോ. ഐ റിപ്പീറ്റ്, റഹ്മാൻ സാർ പറഞ്ഞ പോലെ താളത്തിലും രാഗത്തിലും ഉണ്ടെങ്കിൽ ലോങ്കവിറ്റി ഉണ്ടാവും. അതുകൊണ്ട് അതുപോലത്തെ ചെയ്യുന്നതായിരിക്കും അനിരുദ്ധ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഒരു മെന്റർ എന്ന നിലയ്ക്ക് ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അനിരുദ്ധ് സീരിയസ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു പോർഷൻ തന്നെ ഈ ഒരു ക്ലാസിക് രാഗ താള ആ ഒരു സെറ്റപ്പിൽ പിടിച്ചിട്ടുണ്ട്. എല്ലാം വേറെ ലെവൽസ് ആണ്. നേരത്തെ ഇറങ്ങിയ നമസ്തേ ആയിരുന്നാലും താളം ട്രിപ്പ് ആയിരുന്നാലും ഇപ്പതാ ജയ ജയശങ്കർ. ആൻഡ് ഈവൻ ഇതിന്റെ എല്ലാം പേരും അതുപോലെ തന്നെയാണ് വരുന്നത്. ഒരു ഡിവോഷൻ നെയിം, ഒരു ക്ലാസിക് നെയിം തന്നെയാണ് വരുന്നത്. ആൻഡ് മ്യൂസിക് ഒക്കെ വേറെ ലെവലും. ഇതിപ്പോ അങ്ങനെ ഒരു ജയ ജയശങ്കർ എന്നിങ്ങനെ വന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു ട്രാൻസ്, അതിന്റെ ഇടയിൽ വേറെ ഒരു BGM. പക്ക പക്ക ഈ BGM ഈ പോർഷൻ. ഫൈറ്റിലായിരുന്നു കേട്ടാ. അല്ലെങ്കിൽ ചേസിങ് സീൻ വരുമ്പോ കാർ ചേസിങ് ഇങ്ങനെ ബോംബിന്റെ അടുത്തിടും കത്തും. ഒരു മൊത്തം ഒരു ഡാൻസ് വൈബാണ്. വിരാജോ എല്ലാം ഉണ്ട് കേട്ടാ. രക്ഷയില്ല കേട്ടാ. എന്തുവാണ് ഒറ്റ പാട്ടിൽ തന്നെ എന്തൊക്കെ മിക്സ് ചെയ്യാൻ പറ്റും അതൊക്കെ മിക്സ് ചെയ്ത്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും പറയാനൊന്നുമില്ല. DC മ്യൂസിക് ആയാലും അനിരുദ്ധിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അനിരുദ്ധ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ വേറെ ഡൗട്ട് ഒന്നുമില്ല. ഇനി ബാക്കിയെല്ലാം ഡയറക്ടറിന്റെ ആക്ടേഴ്സിന്റെയും കയ്യിലാണ് പടം എങ്ങനെ ചെയ്യിപ്പിക്കണമെന്നുള്ളത്. മ്യൂസിക്കിന്റെ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. അനിരുദ്ധ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. കോളിവുഡിൽ തന്നെ ഈ വർഷം ഇറങ്ങിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആൽബം ഓഫ് ദ ഇയർ അത് DC തന്നെ ആയിരിക്കും. കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഒരു സൈഡ് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ടൈപ്പ് കുറെ പാട്ടുകൾ, ഒരു സൈഡ് നോക്കുമ്പോൾ ഈ ക്ലാസിക് രാഗ താളത്തിൽ വരുന്ന കുറച്ച് പാട്ടുകൾ, എല്ലാം മിന്നിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്. DC ഞാനൊരു മ്യൂസിക്കൽ ഉണ്ടാ. ഓ ശങ്കരം. എന്ത് ബീറ്റടാ. മറ്റേ ഫ്രാൻസിന് പോകില്ല ആ സെറ്റപ്പാണ്. എനിക്കൊന്നും ഇതിന് സിഗരറ്റ് വലിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ആ ഒരു സെറ്റപ്പിലാണ് ഇടുമെന്ന് അറിഞ്ഞൂടാ പാട്ടൊക്കെ. ഇത് എയറേറ്റഡ് ഫിലിമാണ്. അപ്പൊ ഇതില് അഡൾട്ട് സീനുകളും ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, വയലൻസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാം. ജയ ജയ ശങ്കര.
അനി എന്ത് പണി വെച്ചിരിക്കുന്നെന്ന് സത്യം പറഞ്ഞാല് പറയാതിരിക്കാമോ. എന്തോന്ന് സാധനങ്ങളുടെ ഇറക്കി വരുന്ന ട്രാൻസ് വരുന്ന്, ബീറ്റ് വരുന്ന്, അതിന്റെ ഇടയിൽ തന്നെ രാഗം വരുന്ന്, താളം വരുന്ന്, ക്ലാസിക്കൽ എല്ലാം മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഒരു കിട്ടിലൻ സാധനം. ആ ഒരു ബീറ്റ് ഒക്കെ എന്തുമാത്രം മാറി മാറി പോകുന്നു. പടത്തിന് ഇത് ആ ഒരു വിഷ്വലൈസും കൂടെ കാണുമ്പോൾ കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ. കാരണം ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് അരുൺ മാത്യു ഷെറിൻ ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഈ ടീസറും ട്രെയിലറും അതിന്റെ ആ കട്ട്സും എഡിറ്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ഇനി അനിരുദ്ധിന്റെ സൈഡ് അനിരുദ്ധ് പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. ഇനി സിനിമ സൈഡിൽ നിന്ന് ഇപ്പൊ കാസ്റ്റ് ആൻഡ് ക്രൂ വേറെ വരുമ്പോ ലോകേഷ്, വാമിക, അരുൺ മാത്യു ഇവരുടെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത് നിങ്ങളെ കണ്ടറിഞ്ഞാൽ മതി. എന്തുമാത്രമാടാ ചെയ്തു വെച്ചിരിക്കുന്നത്. കറന്റ് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആൻഡ് ഫൈനസ്റ്റ് ആൻഡ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് തന്നെയാണ്. പോപ്പുലാരിറ്റിയിലായാലും എല്ലാത്തിലും, കൺസിസ്റ്റൻസിയിലായിരുന്നാലും, ഹിറ്റ് ചാർട്ട് ബസ്റ്റേഴ്സിലായിരുന്നു, എല്ലാത്തിലും അനിരുദ്ധ് തന്നെയാണ് ചെയ്തിറക്കി വെച്ചിരിക്കണ്ട. എന്തുമാത്രം മ്യൂസിക്കുകളാണ് ചെയ്തു വെച്ചിരിക്കുന്ന. ആ ഒരു ഫുൾ ആ ഒരു ഡിവോഷണൽ മോഡിൽ അങ്ങ് അടിച്ച് തൂക്കി വിട്ടിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, തൂഫാൻ.